നമസ്കാരം, ഞാൻ ബൈജു നായർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാഗിൽ സ്കോഡ ഓട്ടോയുടെ മ്യൂസിയത്തിലാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. 12 വർഷം മുമ്പ് വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ലോറൻ ആൻഡ് ക്ലെമൻറ്റ് 2 പേർ ചേർന്നാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചത്. അതായത് സ്കോഡയുടെ സ്ഥാപകരുടെ പ്രതിമയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുകയല്ല, നിൽക്കുന്നത്. അവരാദ്യമായിട്ട് നിർമ്മിച്ച സൈക്കിളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് പിന്നീട് കാറിലേക്കും അതുപോലെ മറ്റ് മോട്ടോർ സ്പോർട്ടിലേക്കും ഒക്കെ കടന്നത്. 125 years of Skoda Motorsport. Skoda cycle. അപ്പോൾ ഈ മ്യൂസിയം കാണുന്നതിന് മുമ്പ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്ലാന്റ് കാണാനാണ്. പക്ഷേ പ്ലാന്റിൽ ക്യാമറ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലോക്ക് റൂമിൽ നമ്മളിതെല്ലാം വെക്കണം, നമ്മുടെ ക്യാമറയൊക്കെ, എന്നിട്ട് വേണം ഫാക്ടറിയിലേക്ക് പോകാൻ. Don't know if I can find my way out. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്കോഡയുടെ മ്യൂസിയത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ തവണ ഇവിടെ വരുന്നത്. അന്ന് കണ്ട ധാരാളം വാഹനങ്ങളുണ്ട്, പുതിയ പല വാഹനങ്ങളും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും തുടക്കം നമുക്ക് കാണേണ്ടത് ലോറൻ ആൻഡ് ക്ലെമൻ്റ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപകർ ആദ്യമായി നിർമ്മിച്ച സൈക്കിളുകളാണ്. അത് 1895 അതിനുശേഷമാണ് കാറുകളുടെയൊക്കെ നിർമ്മാണത്തിലേക്ക് കടന്നത്. അപ്പോൾ ആദ്യത്തെ സൈക്കിൾ തൊട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ വ്ളാദിമിർ ലോറനും അതുപോലെ തന്നെ വഡാവ് ക്ലെമൻറ്റ്, ഇവർ രണ്ടുപേരും കൂടിയാണ് ആദ്യത്തെ സൈക്കിൾ നിർമ്മിച്ചത് 1895. അതാണിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് കാറിൻ്റെയൊക്കെ നിർമ്മാണത്തിലേക്ക് കടന്നത്. അതിനുശേഷം അവർ മോട്ടർ ഘടിപ്പിച്ച സൈക്കിള് നിർമ്മിച്ചു. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഇതൊന്നും ഇവർ റെപ്ലിക്ക ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഒറിജിനൽ സംഭവങ്ങൾ തന്നെയാണ്. മൂന്നാമത് ഇങ്ങനെയൊരു സൈക്കിളിലേക്ക് കടന്നു. സ്ലാവിയ എന്നായിരുന്നു അന്നത്തെ ഒരു സൈക്കിളിൻ്റെ പേര്. അതുകൊണ്ടാണ് വീണ്ടും സ്ലാവിയ എന്നുള്ള പേരിൽ ഇവർ ഒരു കാറിന് പേരിട്ടത് തന്നെ അതുകൊണ്ടായിരിക്കാം. അതാണിത്. അതിനുശേഷം അല്പം കൂടി വലിയ സംഭവങ്ങളിലേക്ക് കടന്നു. ഇത് എല്ലാത്തിലും അവരുടെ പേരുണ്ട്, ലോറൻ ക്ലെമൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഒരു 4 സിലിണ്ടർ സൈക്കിളാണ് അവരുണ്ടാക്കിയത്. അത് യൂറോപ്പിലെ ആദ്യത്തെ 4 സിലിണ്ടർ സൈക്കിളാണ്. അതാണ് ഈ കാണുന്നത്. പിന്നീട് പതുക്കെ കാറുകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. പഴയ ടൈപ്പ്, അതായത് ഒരു ബൈക്കിൻ്റെ മുന്നിൽ സീറ്റുകൾ ഘടിപ്പിച്ച പോലെയുള്ള ഈ ഒരു കാർ പിന്നീട് നിർമ്മിക്കുന്നു. 1 ലിറ്റർ ട്വിൻ സിലിണ്ടർ എഞ്ചിനായിരുന്നു അത്. പക്ഷേ അത്യാവശ്യം മൗണ്ടൻ റോഡുകളിലൂടെയൊക്കെ ഓടുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ ഒരു സാമാന്യം വലിയ കാറിലേക്ക് കടന്നു. അതിൻ്റെ പേര് വോയ്ട്രറ്റ് എന്നായിരുന്നു. ടൈപ്പ് എ. ഫസ്റ്റ് കാർ ഇമ്മീഡിയറ്റ് ബിക്കേം എ ബെസ്റ്റ് സെല്ലർ എന്നാണ് പറയുന്നത്. ലിറ്റിൽ കാർ വാസ് സൂൺ സെലിബ്രേറ്റിംഗ് സ്പോർട്ടിംഗ് വിക്ടറീസ്. സ്പോർട്സിൽ മോട്ടോർ സ്പോർട്സിൽ ഒരു പണ്ട് തൊട്ട് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അതിന് തുടക്കമിട്ട വാഹനമാണ് ഈ കാണുന്ന വോയ്ട്രറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതാണ് ഫസ്റ്റ് സ്കോഡ കാർ എന്നുള്ളത് രസകരമായ കാര്യമാണ്. അന്നത്തെ ലോഗോയും കൂടി കാണാം. ലോറൻ ആൻഡ് ക്ലെമൻ്റ് എന്ന് പറയുന്ന ആ ലോഗോയാണ് ആ കാണുന്നത്. പിന്നീട് അത്യാവശ്യം വലിയ ഒരു ടൈപ്പ് 110 എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് കടന്നു. ഈ ടൈപ്പ് കാറിനെ ഫോക്സ് ക്യാബ്രെ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ രസമുള്ള ഇൻറ്റീരിയറിലേക്കൊക്കെ എത്തി. സ്പെയർ ടയറൊക്കെ സൈഡിൽ വെച്ച് പഴയ റോൾസ് റോയ്സൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ഇതിൽ സ്കോഡ എന്നുള്ള ബാഡ്ജിങ് കൂടി വന്നു. 1925 ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി ലോറൻ ആൻഡ് ക്ലെമൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് സ്കോഡ എന്ന് മാറുകയും ചെയ്തു. 1935 ഒരു ഗംഭീര സാധനമാണ് ഈ കാണുന്നത്. ഇതാണ് സൂപ്പർബിൻ്റെ ആദ്യത്തെ മോഡൽ. ഇത് 1935 അന്നത്തെ സൂപ്പർബും ഇന്നത്തെ സൂപ്പർബുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. പക്ഷേ എന്തൊരു എലഗൻസ് ആണെന്ന് കണ്ടോ. ഹെഡ്ലൈറ്റുകളൊക്കെ ഉണ്ടോ, ഗംഭീരം. ഫോണാണെങ്കിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് മുന്നിൽ തന്നെ ഉണ്ട്.
സ്പെയർ ടയറും അതിന് കവറൊക്കെ ഉണ്ട്. 1935-ലെയാണെന്ന് ആലോചിക്കുക. ഇതിൽ ഉണ്ടായിരുന്നത് ഒരു V8 എൻജിനാണെന്നുള്ള കാര്യമാണ്. പിൻഭാഗം നല്ല രസമുണ്ട്, അതിൻ്റെ ഗ്ലാസ് ഏരിയയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. തകർപ്പൻ. അതിന് ശേഷം വന്നിരിക്കുന്ന മോഡലാണ് ഇത്. 1959 ആണ്. അത് നല്ല ഭംഗിയുള്ള, പക്ഷേ സാധാരണ കാറിൻ്റെ ആ ഒരു രൂപത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിലാണ് ആദ്യമായിട്ട് പുതിയ സസ്പെൻഷൻ വന്നത്. ഇതൊരു ഫാമിലി കാറായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് മോട്ടോർ സ്പോർട്ടിലും ഭയങ്കര വിജയമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് 1964-ലെ 1000 MB ടൈപ്പ് 990 എന്ന് പറയുന്ന മോഡലാണ്. 1964. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിന് നമ്മളിപ്പോൾ പുതിയ ഇലക്ട്രിക് കാർ കാണുന്ന പോലെയാണ്. ഒരു ഗ്രില്ല് എന്ന് പറയുന്ന സംഭവമേ ഇല്ല, ഫുൾ ക്ലോസ്ഡ് ആണ്. അതിന് കാരണം ഇത് റിയർ എൻജിൻ മോഡലാണെന്നുള്ള കാര്യമാണ്. റിയർ എൻജിൻ്റെ ഹെയർ ഇൻടേക്കൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. – 1987 മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിലെത്തുമ്പോഴേക്കും സ്കോഡയുടെ ലോഗോ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. സ്കോഡ ഫേവററ്റ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഇതിന് പിക്കപ്പ് ഒരു വേരിയൻ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫിയറ്റിൻ്റെ ചില മോഡലുകളുടെ ഒരു സാമ്യം ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്, ഇല്ലേ? ഇനി ഏറ്റവും പുതിയ മോഡലുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ചില മോഡലുകളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സ്കോഡ ഓട്ടോ ടീം സ്കോഡ ഓട്ടോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അവർ റേസിങ്ങിന് ഉപയോഗിച്ചിരുന്ന മോഡലുകളൊക്കെയാണ്. 1969, 70, 71. ഇവർ വലിയ അഭിമാനത്തോടെയാണ് ഈ മോട്ടോർ സ്പോർട്ടിന് ഉപയോഗിച്ചിരുന്ന മോഡലൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഇത്രയും ലൈറ്റ് ഒക്കെ വെച്ചാൽ മോഡൽ കണ്ടാൽ നമ്മുടെ MBD അപ്പം പൊക്കൊണ്ടുപോകും. അടുത്തത് ഡീലർ ടീം സ്കോഡ. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്ത് വീണ്ടുമുണ്ട് ചില മോഡലുകൾ, അത് കാണാം. ഇതൊക്കെ പഴയ ഒക്ടേവിയകളൊക്കെയാണ്. സ്കോഡ ഒക്ടേവിയ 1964. ഇത് മോണ്ടിക്കാർലോ റേസിൽ ഓടിയ സംഭവമാണ്. അതിന് കിട്ടിയ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടേക്ക് വരുമ്പോൾ സ്കോഡ പോപ്പുലർ സ്പോർട്ട് കൂപ്പെ 1937. ഇതിൻ്റെ ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ. ടെയിലാകുമ്പോൾ നിൽക്കുന്ന അങ്ങനെ ഉണ്ടോ, താഴെയായിട്ട് ഒരു വല്ലാത്ത രൂപം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ ഇതൊക്കെ ഈ മോട്ടോർ സ്പോർട്ടിൻ്റെ കാലത്ത് പല സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ മറ്റ് രണ്ട് മോഡലുകൾ കൊടുത്തിരിക്കുന്നു. ടയറുണ്ടോ? ഇത് ലവറനാൻഡ് ക്ലെമൻറ്റ് FC 1908. എൻ്റെ അമ്മേ, 1908-ലെയാണ്. ലൈറ്റ് കണ്ടോ? അടുത്ത മറ്റൊരു പെശക സാധനം. ഇത് 1913 to 1921 പ്രൊഡക്ഷനിലുണ്ടായിരുന്ന സ്പോർട്ടിംഗ് ഫെയ്റ്റൺ ലവറനാൻഡ് ക്ലെമൻറ്റ് RK. ഇത് ഒരു രാജാവിന് വേണ്ടി നിർമ്മിച്ചതാണ്. കൗണ്ട് അലക്സാണ്ടർ കൊലറാട്ട് ആൽപൈൻ ട്രയൽസിൽ 1913-ലും 14-ലും അദ്ദേഹം ഇത് ഉപയോഗിച്ചു. പിന്നെ മിലിറ്ററി സർവീസിന് ഫസ്റ്റ് വേൾഡ് വാറിന് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ 1916 ആയപ്പോഴേക്കും ഇത് 70,000 കിലോമീറ്റർ ഓടിയിരുന്നു എന്നുള്ളതാണ് സംഭവം. ഇതിൻ്റെ എൻജിൻ സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. 4712 cc, 50 HP. അതെ, 50 HP ആണ്. 4 സ്പീഡ് ഗിയർ ബോക്സ്, പിന്നെ റിവേഴ്സും. 125 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അതാണ് ഈ കാണുന്നത്. ഒരു ഗംഭീര സാധനം കേട്ടോ. രാജാവിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനം.
ഓടിയ വഴികളാണ് നമ്മളീ കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആ അതെ, ഇതൊക്കെ അതാണ് സംഭവങ്ങൾ. സ്പോർട്സ് കാർ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ബോണവിൽ ഒക്ടേവിയ VRS 227.080 മൈൽ പെർ അവറിൽ ഓടുകയും ബോൺവിൽ സ്പീഡ് വീക്ക് 2011 റെക്കോർഡ് ഹോൾഡർ ആവുകയും ചെയ്ത വാഹനമാണ്. 227 മൈൽ പെർ അവർ എന്ന് പറയുമ്പോഴത്തേക്കും 1400 കിലോമീറ്ററിൽ കൂടുതലായല്ലോ സ്പീഡ്. അതുകൊള്ളാലോ. അതായത് ഈ VRSനെ വീണ്ടും എടുത്ത് പണിതിട്ട് അത് ഈ ഒരു സ്പീഡ് വീക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 365.45 കിലോമീറ്റർ പെർ അവറിൽ ഓടുകയുണ്ടായി. ഓഹ്, ഗംഭീര സാധനം കേട്ടോ, തകർപ്പൻ. ആ ഒരു എയറോ ഡൈനാമികതയ്ക്ക് വേണ്ടി ഇതാ കണ്ടില്ലേ, ക്ലോസ്ഡ് ആയിട്ടുള്ള വീലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ 1999 വേൾഡ് കാർ റാലി ചാമ്പ്യൻഷിപ്പ് നേടിയ വാഹനമാണ് ഇത്. 2 ലിറ്റർ ടർബോ 300 HP. കൊള്ളാം. സഫാരി റാലി ഹെയ്മർ AB പോസിറ്റീവ്. ഇത് ഒക്ടേവിയയുടെ ബാക്ക് സൈഡ്, സോറി ഒക്ടേവിയ VRSൻ്റെ ബാക്ക് സൈഡ്. അങ്ങനെ അത്രയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ഥാപകരുടെ 2 പ്രതിമകൾ കാണാം. ഇതാണ് വക്ലാവ് ക്ലെമൻ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഐ വോണ്ട് ടു ഷോ അതേഴ്സ് ദ വേ ഐ മസ്റ്റ് വാക്ക് ഫസ്റ്റ് ഇറ്റ് മൈസെൽഫ്. മറ്റുള്ളവരെ വഴി കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം നടക്കണം അല്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാൻ വായിക്കുന്നില്ല. എങ്കിലും ഇതാണ് വക്ലാവ് ലോറൻ. 1930 ഇദ്ദേഹം മരിച്ചു. അദ്ദേഹം 1938 മരിച്ചു. എന്തായാലും ഇപ്പോൾ ഇത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, അല്ലാതെ സ്കോഡ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല. ഏറ്റവും മുകളിൽ കുഷ കിടക്കമുള്ള വാഹനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു രണ്ടാമത്തെ നിരയിൽ കിടക്കുന്നത് രസമുള്ള കുറേ മോഡലുകളൊക്കെയാണ്. ഇതെല്ലാം നിരത്തിയിടാതെ അവരതിലിങ്ങനെ കയറ്റിയിട്ട ഒരു സംഭവമായിപ്പോയി. അങ്ങനെ വന്ന് നമ്മൾ ഏറ്റവും പുതിയ വാഹനങ്ങളിലേക്ക് എത്തും. ഏറ്റവും പുതിയ വാഹനമെന്ന് പറയുമ്പോൾ വിഷൻ IV എന്ന മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. (2019) പ്രോട്ടോടൈപ്പാണ് ഇത്. ഓൾ ഇലക്ട്രിക് 4 ഡോർ ക്രോസ്ഓവർ കൂപ്പേ, ഫസ്റ്റ് എവർ ബിൽറ്റ് വെഹിക്കിൾ ഓൺ ദ ഗ്രൂപ്പ്സ് മോഡുലാർ കാർ പ്ലാറ്റ്ഫോം MEB. ഇപ്പം സ്കോഡയുടെ മിക്ക വാഹനങ്ങളും നമ്മൾ കേൾക്കാവുന്നതാണ് അത് MEB പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് MEB പ്ലാറ്റ്ഫോമിലെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഏറ്റവും പുതിയ എൽറോക്ക് കൂടി എത്തിക്കഴിഞ്ഞു. ലാസ്റ്റ് ഏറ്റവും പുതിയ മോഡൽ. അപ്പോൾ സ്കോഡയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറാണ് നിങ്ങൾ കാണുന്ന എൽറോക്ക്. സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് എഞ്ചിനുകളും ഇവരുടെ കുറച്ച് പഴയ എഞ്ചിനുകൾ തൊട്ടുള്ള കുറച്ച് എഞ്ചിനുകളും അതുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മ്യൂസിയം ടൂറിൽ നമുക്ക് കാണാനുള്ളത്. തീർച്ചയായിട്ടും കാണേണ്ട കാഴ്ച തന്നെയാണ് സ്കോഡയുടെ ഈ ഒരു മ്യൂസിയം.